കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയോട് ചേർന്ന് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിന്റെ ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ സങ്കേതമുണ്ട്. ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. വിദ്യാദേവതയായ സരസ്വതിയുടെ അനുഗ്രഹത്തിനായി ഭക്തർ ഒഴുകിയെത്തുന്ന ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെയും ആത്മീയ പാരമ്പര്യത്തിന്റെയും സൗന്ദര്യം ഒന്നുചേരുന്ന ഇടമാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ അതേ ചൈതന്യവും പ്രസക്തിയും പേറുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ദക്ഷിണ മൂകാംബിക എന്ന പേര് ലഭിച്ചത്. പുസ്തകങ്ങളുടെയും അറിവിന്റെയും ഈ ശ്രീകോവിൽ വിദ്യാരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. നവരാത്രി കാലത്തും വിജയദശമി ദിനത്തിലും അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ കുരുന്നുകളുമായി സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തർ ഇവിടെയെത്തുന്നു. കേരളത്തിന്റെ സരസ്വതീ സങ്കല്പത്തെയും വിദ്യാഭ്യാസത്തോടുള്ള ആദരവിനെയുമാണ് ഈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നത്. കൊല്ലൂരിലെ ദേവിയുടെ ദിവ്യ സാന്നിധ്യം എങ്ങനെ പറവൂരിലെ ഈ താമരക്കുളത്തിന്റെ നടുവിലെ ശ്രീകോവിലേക്ക് എത്തിച്ചേർന്നു? എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്ന പേരിൽ അറിയപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ക്ഷേത്രം കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇത്രയും വലിയ സ്ഥാനം നേടിയെടുത്തത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ തേടി നമുക്ക് ഈ പുണ്യഭൂമിയിലേക്ക് ഒരു യാത്ര പോകാം. ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ അസാധാരണമായ വാസ്തുവിദ്യാപരമായ സവിശേഷതയാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ താമരക്കുളത്തിന്റെ നടുവിലാണ്. കേരളത്തിലെ ക്ഷേത്രശൈലികളിൽ ഇത് ഒരു അപൂർവ കാഴ്ചയാണ്. താമരക്കുളത്തിന് നടുവിലുള്ള ശ്രീകോവിൽ ക്ഷേത്രത്തിനൊരു പ്രത്യേക സൗന്ദര്യവും പവിത്രതയും നൽകുന്നു. ഈ താമരക്കുളം കൊല്ലൂരിലെ സൗപർണിക നദിയെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ് വിശ്വാസം. പശ്ചിമഘട്ടത്തിലെ കോലാചല പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ ലയിക്കുന്ന സൗപർണിക നദിക്ക് ആയുർവേദ സസ്യങ്ങളുടെ ഔഷധ ഗുണമുണ്ടെന്നാണ് ഐതിഹ്യം. അതേ പുണ്യജലത്തിന്റെ ചൈതന്യം ഈ താമരക്കുളത്തിലും കുടികൊള്ളുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഇവിടെ ദേവി കിഴക്കോട്ട് ദർശനമായി സരസ്വതീ ഭാവത്തിൽ കുടികൊള്ളുന്നു. അറിവ്, കല, സംഗീതം, വാക്ക് എന്നിവയുടെ ദേവതയാണ് സരസ്വതി. കിഴക്ക് ദിക്ക് അറിവിന്റെയും ഉണർവിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഈ ദർശനം വിദ്യയുടെ പ്രകാശത്തെയും ഉണർവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. കൊല്ലൂർ മൂകാംബികയിലെ പ്രധാന പ്രതിഷ്ഠ ദുർഗാലക്ഷ്മി, സരസ്വതി ഭാവങ്ങൾ ചേർന്ന മഹാദേവിയാണ്. എന്നാൽ പറവൂരിലെ ദക്ഷിണ മൂകാംബിക പ്രധാനമായും വിദ്യാസരസ്വതിയുടെ ഭാവത്തിലാണ് പൂജിക്കപ്പെടുന്നത്. ഈ പ്രത്യേകതയാണ് കേരളത്തിന്റെ സരസ്വതി ക്ഷേത്രം എന്ന പദവിയിലേക്ക് പറവൂരിനെ ഉയർത്തുന്നത്. ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏകദേശം 1.5 അടി ഉയരമുള്ള പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ചതുർബാഹുവുള്ള വിഗ്രഹമാണ്. ഈ വിഗ്രഹം സരസ്വതി ദേവിയുടെ പൂർണ്ണമായ ഭാവത്തെ പ്രതിനിധീകരിക്കുന്നു. ദേവിയുടെ 4 കൈകളും ഓരോ ഭക്തനും അറിവിന്റെയും അനുഗ്രഹത്തിന്റെയും സന്ദേശങ്ങളാണ് നൽകുന്നത്. പുറകിലെ വലതുകൈയിൽ അക്ഷരമാല കാണുന്നത് അറിവിന്റെയും വിദ്യയുടെയും അനന്തതയെ സൂചിപ്പിക്കുന്നു. പുറകിലെ ഇടതുകൈയിലെ വെള്ളത്താമര പരിശുദ്ധിയെയും ആത്മീയമായ ഉണർവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. കൂടാതെ മുന്നിലെ ഇടതുകൈയിൽ ഗ്രന്ഥം ധരിച്ചിരിക്കുന്നത് വേദങ്ങളുടെയും ശാസ്ത്രത്തിന്റെയും അറിവിനെ കുറിക്കുമ്പോൾ മുന്നിലെ വലത് കൈയിലെ വ്യാഖ്യാനമുദ്ര അറിവ് പകർന്നു നൽകുന്നതിനെയും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. കൊല്ലൂരിലെ മൂലവിഗ്രഹത്തിൽ നിന്ന് രൂപത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചൈതന്യത്തിന്റെ കാര്യത്തിൽ ഈ വിഗ്രഹം ഒട്ടും പിന്നിലല്ല. ഇവിടെ ദേവി പൂർണ്ണമായ സരസ്വതീ ഭാവത്തിൽ അറിവിന്റെ സ്രോതസ്സായി ഭക്തർക്ക് മുന്നിൽ കുടികൊള്ളുന്നു. ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തോടും വിഗ്രഹത്തോടും അതിന്റെ പ്രധാന ഭക്തനായ പറവൂരിലെ തമ്പുരാനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഐതിഹ്യം കേവലം ഒരു കഥയല്ല, മറിച്ച് ഗുരുശിഷ്യബന്ധം, ഭക്തിയുടെ ആഴം, വാർദ്ധക്യത്തോടുള്ള ആദരം എന്നിവയുടെ ഒരു നേർചിത്രമാണ്. പറവൂരിലെ തമ്പുരാൻ മൂകാംബിക ദേവിയുടെ പരമഭക്തനായിരുന്നു. എത്ര ദൂരമുണ്ടായിരുന്നിട്ടും അദ്ദേഹം വർഷം തോറും മുടങ്ങാതെ കൊല്ലൂരിലേക്ക് തീർത്ഥാടന യാത്ര നടത്തി ദേവിയെ ദർശിച്ചിരുന്നു. ഈ യാത്ര അദ്ദേഹത്തിന് കേവലം ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. എന്നാൽ കാലക്രമേണ വാർദ്ധക്യം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. ശരീരം ദുർബലമായതോടെ
കൊല്ലൂരിലേക്കുള്ള കഠിനമായ യാത്ര അദ്ദേഹത്തിന് അസാധ്യമായി. തന്റെ പ്രിയപ്പെട്ട ദേവിയെ കാണാൻ സാധിക്കാത്തതിൽ തമ്പുരാൻ അങ്ങേയറ്റം ദുഃഖിതനായി. ഒരു തവണ കൊല്ലൂരിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ തമ്പുരാന് തന്റെ സ്വപ്നത്തിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി അദ്ദേഹത്തോട് ഇങ്ങനെ അരുളി: ഇനി നീ ദുഃഖിക്കേണ്ട, നിനക്കുവേണ്ടി ഞാൻ നിന്റെ നാട്ടിൽ വരും. പറവൂരിൽ എനിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കുക. അവിടെ ഞാൻ നിനക്ക് ദർശനം നൽകാം. ദേവിയുടെ ഈ വാക്ക് തമ്പുരാന് വലിയ ആശ്വാസമായി. തുടർന്ന് ദേവിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറവൂരിൽ ക്ഷേത്രനിർമ്മാണം ആരംഭിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ തെക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഒരു ഭക്തന്റെ അതിരില്ലാത്ത ഭക്തിക്ക് ദേവി നൽകിയ വാഗ്ദാനത്തിന്റെ ഫലമാണ് ഈ ക്ഷേത്രമെന്ന് ഈ ഐതിഹ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പറവൂർ തമ്പുരാന്റെ നേതൃത്വത്തിലാണ് ഇവിടെ 200 വർഷത്തിലധികം പഴക്കമുള്ള ഈ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലൂടെ നിർമ്മാണം നടത്തുകയുണ്ടായത്. ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി പറവൂർ തമ്പുരാൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ ഏതാവശ്യത്തിനും ഇവിടെ അവർ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ പറയുന്ന നവരാത്രി ആയാലും ഉത്സവമായാലും അവർ തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ഈ പറയുന്ന ഈ കുടുംബാംഗങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഐതിഹ്യം ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ അതേ പവിത്രതയും പ്രാധാന്യവും നൽകുന്നു. കൊല്ലൂരിലേക്ക് പോകാൻ കഴിയാത്തവർക്ക് ഇവിടെ ദർശനം നടത്തിയാൽ അതേ ഫലം ലഭിക്കും എന്ന വിശ്വാസത്തിന് ഈ ഐതിഹ്യം അടിത്തറയിടുന്നു. ദക്ഷിണ മൂകാംബിക ക്ഷേത്രം നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ഈ ക്ഷേത്രം കൊല്ലൂർ ക്ഷേത്രത്തിലെ രീതി പിന്തുടർന്ന് ചിട്ടവട്ടങ്ങളോടും പവിത്രതയോടും കൂടിയാണ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. ഈ ചിട്ടയായ പൂജാക്രമങ്ങൾ ക്ഷേത്രത്തിന്റെ പവിത്രതയും ഊർജ്ജസ്വലതയും നിലനിർത്താൻ സഹായിക്കുന്നു. ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശം തൃപ്പൂണിത്തുറ പുലിയന്നൂർ മനയ്ക്കാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ചിട്ടവട്ടങ്ങളോടും ഉപദേവതാ സങ്കല്പങ്ങളോടും സാമ്യം പുലർത്തുന്ന രീതിയിലാണ് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലും ഉപദേവതാ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന ദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന ഈ പ്രതിഷ്ഠകൾ ഭക്തർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ അവസരം നൽകുന്നു. ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് അറിവിന്റെയും യുദ്ധത്തിന്റെയും ദേവനായ സുബ്രഹ്മണ്യനെയും തെക്കു പടിഞ്ഞാറ് പ്രപഞ്ചത്തിന്റെ പരിപാലകനായ മഹാവിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൂടാതെ ഇതിന് തൊട്ടടുത്ത് തന്നെ യക്ഷിപ്രതിഷ്ഠയുമുണ്ട്. വടക്കു പടിഞ്ഞാറ് ശക്തിയുടെയും ഭക്തിയുടെയും പ്രതീകമായ ഹനുമാനെയും വടക്ക് കിഴക്ക് ശിവന്റെ അംശമായ വീരഭദ്രനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനു പുറമെ നാലമ്പലത്തിൽ കന്നിമൂലയിൽ എല്ലാ കാര്യങ്ങൾക്കും ആരംഭം കുറിക്കുന്ന വിഘ്നേശ്വരനായ ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട്. ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പവിത്രവുമായ 3 ചടങ്ങുകളാണ് പൂജവയ്പ്, മഹാനവമി, വിദ്യാരംഭം എന്നിവ. ദുർഗാഷ്ടമി ദിനത്തിലാണ് പൂജവയ്പ് ചടങ്ങ് നടക്കുന്നത്. ഈ ദിവസം പുസ്തകങ്ങൾ, സംഗീതോപകരണങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കൾ എന്നിവ വിദ്യാദേവതയായ സരസ്വതിയുടെ മുന്നിൽ പൂജയ്ക്കായി സമർപ്പിക്കുന്നു. അറിവിന്റെ ദേവതയെ പ്രീതിപ്പെടുത്തി വിദ്യയെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണിത്. തൊട്ടടുത്ത ദിവസം മഹാനവമി ആയതിനാൽ പൂജയിൽ വെച്ച ഈ പുസ്തകങ്ങൾ ദേവിയുടെ മുന്നിൽ സമർപ്പിച്ച ശേഷം അന്നേ ദിവസം വായനയും എഴുത്തും ഒഴിവാക്കുന്നു. തുടർന്ന് നവരാത്രിയുടെ പരിസമാപ്തി കുറിക്കുന്ന വിജയദശമി ദിനത്തിലാണ് പൂജയെടുപ്പ് അഥവാ പൂജ വെച്ച പുസ്തകങ്ങൾ എടുക്കുന്ന ചടങ്ങ് നടക്കുന്നത്. ഇതിനുശേഷം ഏറ്റവും പുണ്യമായ വിദ്യാരംഭം അഥവാ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നു. ഈ ദിവസമാണ് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് ആദ്യമായി കാലെടുത്തു വെക്കുന്നത്. വിജയദശമി ദിനം പുലർച്ചെ മുതൽ ഇവിടെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ആദ്യമായി അക്ഷരം കുറിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി നിരവധി പേർ ഈ പുണ്യകർമ്മത്തിനായി പറവൂരിലേക്ക് എത്തുന്നു. വിപുലമായ ക്രമീകരണങ്ങളാണ് ഇതിനുവേണ്ടി ദേവസ്വം ബോർഡ് ഒരുക്കുക. ഇന്ന് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതുകൂടാതെ അടുത്ത ദിവസങ്ങളിലെ തിരക്കുകൾ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഡ്യൂട്ടിക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ഭക്തർക്ക് പ്രസാദ വിതരണത്തിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്യൂ ഉണ്ട് ദർശനത്തിനും. അതുപോലെ തന്നെ എഴുത്തിനിരുത്താൻ വരുന്ന വിദ്യാർത്ഥികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രത്യേകം ക്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ അതിലും മികച്ച രീതിയിൽ തന്നെ ഈ ഓരോ കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട്.
ഗുരുക്കന്മാരോ പൂജാരിമാരോ മാതാപിതാക്കളോ ചേർന്ന് കുട്ടിയുടെ വിരൽ പിടിച്ച് നെൽവിത്തിൽ ഹരിശ്രീ ഗണപതയേ നമ എന്ന് എഴുതിക്കുന്ന ചടങ്ങാണിത്. ഇത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അറിവിന്റെ ലോകത്തേക്കുള്ള ആ കുഞ്ഞിന്റെ ആദ്യ ചുവടുവയ്പ്പാണ്. വിദ്യാരംഭത്തിന് നിത്യവും സൗകര്യമുള്ള ക്ഷേത്രമാണെങ്കിലും വിജയദശമി ദിനത്തിന്റെ പവിത്രതയും പ്രാധാന്യവും വളരെ വലുതാണ്. വിദ്യയുടെ ദേവതയായ സരസ്വതി കലകളുടെയും സംഗീതത്തിന്റെയും കൂടി ദേവതയാണ്. അതുകൊണ്ടുതന്നെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം കേരളത്തിലെ കലാകാരന്മാർക്ക് ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. നവരാത്രിയുടെ ദിനങ്ങളിൽ ക്ഷേത്രത്തിന്റെ ഓപ്പൺ ഓഡിറ്റോറിയം കലാകാരന്മാർക്കും ആസ്വാദകർക്കും വേണ്ടി തുറന്നിടുന്നു. നിരവധി പേരാണ് ഇവിടെ വന്ന് തങ്ങളുടെ കലാരൂപങ്ങൾ അരങ്ങേറ്റം കുറിക്കുന്നതും അതുപോലെ കലാപരിപാടികൾ അവതരിപ്പിക്കാനും എത്തുന്നത്. സംഗീതജ്ഞർക്ക് തങ്ങളുടെ യാത്ര തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനമായി ഭക്തരും കലാകാരന്മാരും ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. നവരാത്രി നാളുകളിൽ ഇവിടെ നടത്തുന്ന കലാപരിപാടികൾ കാണാൻ വരുന്ന ആസ്വാദകരുടെ എണ്ണം ചെറുതല്ല. കഴിവുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ഇതൊരു പ്രചോദനമാണ് എന്ന് പ്രദേശവാസിയായ സുജിത് കുമാർ പറയുന്നു. നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൽ നിരവധി പ്രോഗ്രാമുകൾ കുട്ടികൾ അരങ്ങേറ്റം കുറിക്കുന്നതും അല്ലാത്തതും നിരവധി കലാകാരന്മാർ രാവിലെ തുടങ്ങി ഒരാഴ്ച നീളുന്ന ആഘോഷം തന്നെയാണ്. അപ്പോൾ മൂകാംബികയുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയാണ് ഈ നവരാത്രിയുടെ ആഘോഷങ്ങൾ. അതിൽ നിരവധി കുട്ടികൾ പ്രോഗ്രാം ചെയ്യുന്നു, അതേപോലെ കലാകാരന്മാർ പുതിയ പുതിയ കലാകാരന്മാർ ഇതിലേക്ക് വരുന്നു. രാത്രി വരെ നീളുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് ഈ നവരാത്രി ഇവിടെ കൊണ്ടാടുന്നത്. കേവലം ആരാധനയിൽ മാത്രം ഒതുങ്ങാതെ കലകളെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ രീതി ക്ഷേത്രത്തിന്റെ സാംസ്കാരികപരമായ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. എറണാകുളം ജില്ലയുടെ വടക്കൻ പറവൂരിലെ ശ്രീ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം കേരളത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ജീവിതത്തിൽ ഒരു വിളക്കുമാടം പോലെ പ്രകാശിക്കുന്നു. താമരക്കുളത്തിന്റെ നടുവിലെ ശ്രീകോവിലും കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന വിദ്യാസരസ്വതിയും കൊല്ലൂരിലെ ചൈതന്യവും ചേരുമ്പോൾ ഈ ക്ഷേത്രം കേവലം ഇഷ്ടദേവതയുടെ സങ്കേതമായി ചുരുങ്ങുന്നില്ല. ഇത് അറിവിനെയും കലകളെയും ആദരിക്കുന്ന ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഓരോ നവരാത്രി കാലത്തും ഇവിടെ മുഴങ്ങുന്ന വിദ്യാരംഭത്തിന്റെ മന്ത്രധ്വനികൾ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമാണ്. ഈ ക്ഷേത്രം തലമുറകൾക്ക് കൈമാറുന്ന സന്ദേശം വ്യക്തമാണ്. അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒരു വിശ്വാസത്തിന്റെ, ഒരു ഐതിഹ്യത്തിന്റെ, ഒരു ഭക്തന്റെ അതിയായ ഭക്തിയുടെ ഫലമായി നിലവിൽ വന്ന ഈ പുണ്യഭൂമി വരും കാലങ്ങളിലും ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവിന്റെ ആദിക്ഷരം നൽകാനും കലാകാരന്മാർക്ക് വേദി നൽകാനും ഭക്തർക്ക് സമാധാനം നൽകാനും നിലകൊള്ളുമെന്നതിൽ സംശയമില്ല.